ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിന്റെ പാതകളുമായിരിക്കാം ഒരുവനായ ദൈവം നൽകി തന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ, കുടുംബം, കടന്നു വന്ന എല്ലാ ദൈവമക്കൾ എല്ലാവർക്കും തന്നെ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ പകലിലെ ദൈവജനമായി നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഏതാണ്ട് അടുത്ത ഒരു മണിക്കൂർ അധികം ദൈവവചനവുമായിട്ട് നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാതപിടത്തിൽ നമുക്കായിരിക്കാം. ദീർഘ സമയം കൊണ്ട് വിശദീകരിക്കേണ്ടുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതുപോലെയുള്ള ചില വിഷയങ്ങൾ എടുക്കാതെ ഉള്ള സമയം കൊണ്ട് നമ്മുടെ ഉള്ളിൽ പാകത്തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഇന്നലെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകിയ ഒരു ചിന്ത, രാവിലെ പോയ ഒരു സ്ഥലത്ത് രാവിലെയുള്ള ആരാധനയിൽ സംസാരിക്കുകയുണ്ടായി. ഈ പകലിലും ഇത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ വചനം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുവാനിടയായി. അതിലൂടെ സംസാരിക്കാം. അതിലൊരു വാക്യം തന്നെ എവിടെ വായിച്ചാലും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, മെസ്സേജ് വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ വ്യക്തികളെ അറിയുന്ന, ആവശ്യം അറിയുന്ന, നിലവാരം അറിയുന്ന ദൈവം ഓരോ വചനങ്ങളിലൂടെയും വ്യത്യസ്തമായ നിലയിൽ സംസാരിക്കാനായിട്ടിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്കായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് ഇടപെടുക. എല്ലാ ദിനങ്ങളും തുറന്നാട്ടെ, ഹൃദയങ്ങളും തുറന്നാട്ടെ. ശാശ്വത ഗുണങ്ങളുണ്ട് അവന്റെ കരത്തിൽ അമർന്നിരുന്നു കൊണ്ട് ഇന്ന് പകൽക്കാലം ബലം പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം വിട്ടുകൊടുക്കുക. ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, രോഗത്തിന്റെ ശക്തികളുണ്ടെങ്കിൽ, ആമേൻ, അത് മുഴുവൻ ആരാധനയിലും വചനത്തിൽ കാത്തി ബലം വ്യാപരിപ്പാനിടയാകണം. പരിശുദ്ധ നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. തോന്നുന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ വചനത്തിന്റെ വാതിലുകളെ വീണ്ടും ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഹൃദ്യമായി സംസാരിക്കണമേ, തൊട്ട് സംസാരിക്കണമേ, വിഷയങ്ങളെ തുടരണമേ. ആമേൻ. ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിൽക്കട്ടെ, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കരമൃതി കർത്താവിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ബൈബിൾ പറയുന്നുണ്ട്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ. തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി. ഒരു പുരോഹിതനെ കുറിച്ച്, മഹാപുരോഹിതനെ കുറിച്ച്, യോശുവ എന്ന മഹാപുരോഹിതനെ കുറിച്ച് പറയുകയാണ്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി. അതിന് രണ്ടാശയമുണ്ട്. ഒന്ന്, യെരൂശലേമിൽ വന്ന് അതിന്റെ യഥാസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപുരോഹിതനാണ്. സെരുബാബേൽ എന്ന രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ കളക്ടറെ പോലെ അധികാരമുള്ള സെരുബാബേൽ ഉണ്ട്. ആത്മീയ നേതാവായി യോശുവയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് പറയുകയാണ്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി. ഒന്നാമത്തെ ആശയം, ഇവിടെ വരുന്നത് വരെ എവിടെയായിരുന്നു? പ്രവാസത്തിലായിരുന്നു. അടിമനുഖത്തിന്റെ കീഴിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാസം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാതെ, ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രവാസം അങ്ങനെയല്ല. മറ്റു പല രാജ്യങ്ങൾ അവർ അടിമകളെ പോലെയാണ് കഴിയേണ്ടി വന്നത്. ജോലി ചെയ്താൽ കൂലിയില്ല, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. പ്രവാസികളായി ഇരുന്ന ഇടത്തുനിന്ന് തിരിച്ച് കൊണ്ടുവരുമ്പോൾ അവനെ കുറിച്ച് പറയുന്നു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളി എന്ന് പറഞ്ഞാൽ അവിടെ കത്തിത്തീരേണ്ടതായിരുന്നു. പക്ഷെ കത്തിച്ചാമ്പലായി പോകുവാൻ ഇടയാകാതെ തീ പിടിച്ച ഇടത്തു നിന്ന്
വലിച്ചെടുത്ത് മറ്റൊരു പ്രവർത്തിക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതുപോലെ രക്തത്താഴ്ചയ സാധാന്യ ആക്രമണങ്ങള്, പൈശാചിക വ്യാപാരങ്ങള് കത്തിച്ചു കളയുവാൻ വാദിച്ച മണ്ഡലങ്ങളില് തീ പിടിച്ച് ചാമ്പലായി വലിച്ചു പുറത്തിട്ട് മറ്റൊരു പ്രവർത്തിക്ക് വേണ്ടി കയ്യിൽ കരുതിയിരിക്കുന്ന കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാണ്. തീപിടിപ്പിക്കാൻ നോക്കുമ്പോൾ, കാര്യങ്ങളുടെ തീ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവകൾക്കാലം അത് കത്തി ഉയരുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, അതിനകത്തുനിന്ന് എന്നെ നിങ്ങൾ പുറത്തെടുക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തില് വിളിച്ചു പറപ്പിശാചേ, നേടുന്ന തീക്കകത്തുനിന്ന് കർത്താവ് ഞങ്ങളെ പുറത്തെടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. രക്തത്താഴ്ചയ മറ്റൊരാശയം ഉള്ളത്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളി. ഇവന്റെ മേൽ എന്തോ ഉണ്ട്? തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുത്താൽ എന്തോ കാണും? തീ കാണും. ഈ കൊള്ളിയുടെ പേര് കത്തുന്ന കൊള്ളി. ഇത് എവിടെ അങ്ങോട്ട് കയറ്റി വെച്ചാലും ഇതിനൊരു സ്വഭാവമുണ്ട്, അടുത്തിരിക്കുന്നതിനെ മുഴുവൻ എന്ത് ചെയ്യും? അതോടെ ചേർന്നിരിക്കുന്നതിനെല്ലാം എന്ത് ചെയ്യും? കത്തിക്കും. ചേർന്നിരിക്കുന്നതിനെല്ലാം കത്തിക്കും. ആത്മതലത്തിൽ നാം ഓരോരുത്തരും ആ അളവിലാകണം. അഭിഷേകത്തിന്റെ നിറവോ ആത്മസാന്നിധ്യമോ ഇല്ലാതിരിക്കുന്ന ജീവിതങ്ങളെ ആത്മാവിന്റെ തീ പിടിപ്പിക്കുന്ന ആത്മാവിന്റെ കൊള്ളികളായി മാറുക. ആത്മാവിന്റെ തീ പിടിച്ചവരായി ഈ ദിവസം എഴുന്നേൽക്കുക. തീന്ന് വലിച്ചെടുത്തൊരു കൊള്ളികളെ പോലെ ഈ പട്ടണത്തിൽ സഭയ്ക്കകത്ത്, സഭയ്ക്ക് പുറത്ത് അനേക കുടുംബങ്ങളിൽ ആത്മാവിന്റെ തീ പിടിപ്പിക്കുന്നവരായി മാറേണ്ടതെന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ കത്തലിലേക്ക് ഇറങ്ങേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മൾ അതിനെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കത്തേണ്ടതുപോലെ ഒന്ന് കത്തുവാനായി നമ്മൾ അതിനൊന്നിപ്പിച്ചു കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ആഴങ്ങളിലേക്ക് ദിവസം നമുക്ക് ഇറങ്ങാം. അവിടെ നിയമത്തോടെ എഴുന്നേൽക്കുവാൻ സഭയിലെല്ലാവരെയും കാത്തിരിക്കുന്ന എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 95-ാം സങ്കീർത്തനം പ്രാരംഭത്തിൽ ചില വാക്യങ്ങൾ. നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദേവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളതാണ്. മതി. ശക്തമായി ദൈവത്തെ ആരാധിക്കുവാൻ ആഹ്വാനം നൽകുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. എന്നിട്ട് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ വരണം? പിറുപിറുപ്പ് കൊണ്ടല്ല, സംശയം കൊണ്ടല്ല, വേദനിക്കുന്ന വാക്കുകൊണ്ടല്ല, സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം. പകൽക്കാലം രാവിലെ ഇങ്ങോട്ട് വന്ന് സ്തോത്രം കൊണ്ടാണോ വന്നേ? അത് കുറെ സംശയം പറഞ്ഞാ എന്നായി തീരും, ആമേ ഇതുവരെ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാണോ വന്നേ? പ്രൈസ് ദി ലോർഡ്. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ, ആമേ, സ്തോത്രത്തോടെ, സ്തുതിയോടെ. രണ്ട് തലമാണ് സ്തോത്രവും സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് പറയുന്നത് ഇന്നലകളിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത, ഇന്ന് വരെ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന്, ആമേ, കൊടുക്കുന്ന നന്ദി അർപ്പണമാണ് സ്തോത്രം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തുതി എന്ന് പറയുന്ന അല്പം കൂടെ അർത്ഥതല വ്യത്യാസമാണ്. ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ്, അവൻ മഹാദൈവം, സർവശക്തനായ ദൈവം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവന്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം അവന് കൊടുക്കുന്നതാണ് പ്രൈസ് അല്ലെങ്കിൽ സ്തുതി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുവാനിടയാകണം. കാരണം നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ദൈവം ഇന്ന് പകൽക്കാലം നാം ഒരുക്കുന്ന സ്തുതി സ്തോത്ര സിംഹാസനത്തിന്റെ മേൽ ഇറങ്ങി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. രക്തതാഴ്ചയ. അതുകൊണ്ട് അവന് ഇറങ്ങി വസിക്കുവാൻ, അവൻ ഇറങ്ങി വസിക്കുവാൻ, സ്തുതിയുടെ സിംഹാസനം ഒരുക്കി കൊടുക്കുവാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പൈതലി അവർ ഹൃദ്യമായി ഈ പകൽക്കാലം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ഓ ശവന
വരുവി ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. ഈ പകൽക്കാലം നമ്മുടെ എല്ലാ വിഷയത്തിനും പരിഹാരമുള്ളത് അവിടെയാണ്. നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം കിട്ടുന്നത് അവിടെയാണ്. അതുകൊണ്ട് ദൈവസന്നിധി വരുന്ന ഓരോ വ്യക്തികൾക്കും വിടുതലും അനുഗ്രഹമുണ്ട്. സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിനെ ബോധിച്ചവരെ അവൻ അരികിൽ വിളിച്ചു. ബോധിച്ചവരെ അവൻ അരികിൽ വിളിച്ചു. കർത്താവിനെ നമ്മളെ ബോധിച്ചെന്നേ, കർത്താവിന് നമ്മളെ ബോധിച്ചു. വീട്ടുപേര് കൊണ്ട്, പേരുകൊണ്ട്, സൗന്ദര്യം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ടാണോ കർത്താവിന് ഇഷ്ടപ്പെട്ടെ? ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു യോഗ്യതയില്ല എന്നൊരു യോഗ്യത മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കർത്താവിന് നമ്മളെ ബോധിച്ചു. നമ്മുടെ കുടുംബത്തിൽ പലരെയും ഈ സത്യത്തിലേക്ക് ഇന്നും വരാതിരിക്കുമ്പോൾ, ഈ അനുഭവത്തിലേക്ക് വരാതിരിക്കുമ്പോൾ, പ്രിയരെ, എന്നെ നിങ്ങളെ ബോധിച്ചിട്ടാണ് അവൻ അരികെ വിളിച്ചത്. അവനെ ബോധിച്ചവരെ അരികിൽ വിളിച്ചു. കർത്താവിന്റെ ശുശ്രൂഷ മുൻപോട്ട് നീങ്ങുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന വേറൊരു ഗ്രൂപ്പിൽ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ചില ആളുകൾ യേശുവിന്റെ ഉപദേശത്തിൽ ഇടറി. അന്ന് തുടങ്ങി അവനെ അനുഗമിക്കാതെ അവൻ എന്ത് ചെയ്തു? മാറിപ്പോയി. ചില ആളുകൾ യേശുവിനെ വിട്ടുപോയത് യേശു കണ്ടിട്ട് 12 പേരുടെ അവരെ നോക്കിയിട്ടൊന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? പൊയ്ക്കോ എന്ന് പറയുമ്പോൾ പത്രോസ് ഇങ്ങനെ പറയുന്നു, നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പകൽക്കാലം നിത്യജീവന്റെ വഴികൾ യേശുവിന്റെ പക്കലുണ്ട്. അവനെ വിട്ടെങ്ങ് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. നമ്മുടെ ആയുസ് മുഴുവൻ അവനോടൊപ്പം നടന്നു തീർക്കുവാൻ, അവനോടൊപ്പം വസിച്ചു തീർക്കുവാൻ, അവനോടൊപ്പം യാത്ര ചെയ്ത് തീർക്കുവാൻ നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നമുക്കെല്ലാം പറയാ, കർത്താവ് എന്റെ ജീവിതം മുഴുവൻ അങ്ങയോടൊപ്പമായിരിക്കാൻ, അങ്ങയോടൊപ്പം നടക്കുവാൻ, അങ്ങയോടൊപ്പം വസിക്കുവാൻ, അങ്ങയോടൊപ്പം നിൽക്കുവാൻ, അവിടുത്തെ മനസ്സുള്ളവനായി മാറുവാൻ, അങ്ങയെ പോലെ ചിന്തിക്കുവാൻ, അങ്ങയെ പോലെ സംസാരിക്കുവാൻ, അങ്ങയെ പോലെ പ്രവർത്തിക്കുവാൻ കഴിയേണ്ടതിന് അങ്ങയെ പോലെ ആകുവാൻ എന്നെ ഒന്നുകൂടെ രൂപാന്തരപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിലേക്ക് വരുവാൻ ദൈവാത്മാവ് എന്നെ ചെയ്തുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടേയിരിക്കുകയാ. വിളി കേട്ടവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആരാധനയോടെ, സ്തുതിയോടെ, സ്തോത്രത്തോടെ ദൈവസന്നിധി വരിക. വിളിച്ചടുപ്പിക്കുന്ന ആരെയും അവൻ വെറും കൈയോടെ എന്ത് ചെയ്യത്തില്ല. പ്രൈസലോ പറഞ്ഞു വിടുന്ന ദൈവമല്ല. പ്രൈസലോ പഴയ കാലത്ത്, യേശു ജീവിച്ച കാലത്ത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെയുള്ള, ജോലി ചെയ്തില്ലെങ്കിൽ ആഹാരമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ കാലം. ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ ഗവൺമെന്റിന് എന്ത് കൊടുക്കണമായിരുന്നു? ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഒരു കാലമായിരുന്നു. വളരെ ഞെരുങ്ങിയാണ് ആളുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾ വേലയ്ക്ക് വേണ്ടി പട്ടണങ്ങളിൽ, പ്രധാന തെരുവുകളുടെ ഓരോ കോണുകളിൽ വന്ന് എന്ത് ചെയ്യും? നിൽക്കും. ആരെങ്കിലും വന്ന് ആമേൻ സ്തോത്രം അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് അന്ന് വേണ്ടുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് എന്ത് ചെയ്യും? വേലയ്ക്ക് കൊണ്ടുപോകും. പ്രീശലോ. അങ്ങനെ വന്നു നിൽക്കുന്ന എല്ലാവർക്കും ജോലിയൊന്നും കിട്ടണമെന്നില്ല. സ്തോത്രം. ചിലരൊക്കെ പോകും, ചിലരോട് വെറുതെ നിൽക്കും. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു യജമാനൻ വന്ന് നോക്കുമ്പോൾ സന്ധ്യയാകാറായി. അന്നേരവും മെനക്കെട്ട് അല്ലെങ്കിൽ ജോലിയില്ലാതെ ചില ആളുകള് അവരെ ആരും പകൽ മുഴുവൻ എന്ത് ചെയ്തില്ല? വിളിച്ചില്ല, ആരും കൊണ്ടുപോയില്ല. ആ യജമാനൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? അവർ പറയണ, ഇതുവരെ ഞങ്ങളെ ആരെയും വിളിച്ചില്ല. പ്രൈസലോ. ഇനി ജോലി നിന്ന് കയറാൻ 1 മണിക്കൂറൂടെ ഉള്ളൂ. അന്നേരം യജമാനൻ പറയുന്നു, എന്നാ വാ, എന്റെ വയലിലേക്ക് വാ. പ്രൈസലോട് അവരോട് പറയാണ്, ന്യായമായത് തരാ, ന്യായമായത് തരാ. ആ അവസാന പീരീഡില്
ന്യായമായത് തരാം എന്ന് പറഞ്ഞ് വയലിലേക്ക് പറഞ്ഞു വിട്ടവരെയും കുറച്ച് കളയാത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കൊടുക്കേണ്ടുന്ന നാം കൂലി നോക്കിയാൽ 1 മണിക്കൂറിന്റെ അത് കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ കുറച്ച് കളയാതെ അവരോട് ദയ തോന്നി, അവരോട് കരുണ കാണിച്ച് അത്ഭുതകരമായി പ്രവർത്തിച്ച ഒരു യജമാനൻ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ന്യായമായത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ പരിശുദ്ധനായ വാക്കിനൊത്തവണ്ണം നിൽക്കുന്ന ദൈവത്തിന്റെ പേരില് നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊത്തവണ്ണം, നീ അനുഭവിക്കുന്ന വേദനകൾക്കൊത്തവണ്ണം, നീ അനുഭവിക്കുന്ന പരിഹാസത്തിനൊത്തവണ്ണം, നീ അനുഭവിക്കുന്ന ചോദ്യങ്ങൾക്കൊത്തവണ്ണം നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് സകല പ്രവചന വീണ അനായ ജീവന ഘടക സകല വീടിയ ജീവന പ്രവചിനി ഒരു വാഗ്ദത്തമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, വാഗ്ദത്തമുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഓർത്തോണം, മറുവശത്ത് വാഗ്ദത്തത്തിന് വിരോധമായി വെളിപ്പെടുന്ന ചില മേഖലകളുമുണ്ട്. വാഗ്ദത്തമുള്ളവന് വിരോധമായി മറുവശത്ത് വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. എന്നാൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല മേഖലകളെയോ തകർത്തുകൊണ്ട് പാദം വെച്ച് മുൻപോട്ട് കയറുക. ആമേൻ. പകരപ്പെടുന്ന ദൈവ കൃപയുടെ അഭിഷേകത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യാക്കോബിന്റെ 12 ആൺമക്കളിൽ ജോസഫ് വ്യത്യസ്തനായിരുന്നു. വ്യത്യസ്തനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ എന്ത് പ്രാപിച്ചു? ദർശനത്തിന്റെ ആത്മാവ് പ്രാപിച്ചു. പ്രാപിക്കണമെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുള്ളവനായിരുന്നു എന്റെ അർത്ഥം. പ്രാർത്ഥന ജീവിതമുള്ളവനായിരുന്നു എന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നവന് വിരോധമായി കുടുംബത്തിനകത്ത് തന്നെ എതിർപ്പുകൾ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പുറത്തു നിന്നല്ല, എവിടെ നിന്ന് എതിർപ്പ് വെളിപ്പെട്ടത്? കുടുംബത്തിനകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം എന്റെ മേലും നിങ്ങളുടെ മേലും ഒരു ദർശനമിടുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ നിന്ന് ദർശനങ്ങൾക്ക് വിരോധമായ വ്യാപാരങ്ങൾ ഉയരുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതിനെ മുഴുവൻ അമർച്ച ചെയ്യുന്ന ഒരു ആത്മമണ്ഡലത്തിലേക്കും ദൈവം നമ്മെ നടത്താൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം കിട്ടിയവൻ ദർശനം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ദർശനം കണ്ടവൻ ദർശനം വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടങ്ങി പ്രശ്നം, അല്ലേ? അവിടെ തുടങ്ങി പ്രശ്നം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അവനോടുള്ള ബന്ധത്തിൽ ഉള്ള ദർശനങ്ങളെ സഹോദരന്മാരുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ ഉള്ളിൽ എന്തുണ്ടായി? അസൂയയും പകയും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പിന്നെ മറ്റൊരു സ്വഭാവമുണ്ട്, ഇവൻ വിശുദ്ധനാണ്. ആരാണ്? വിശുദ്ധനാണ്. അതിന് തെളിവ് ഈ പിള്ളേരെല്ലാം അപ്പന്റെ മുമ്പില് നല്ല പിള്ളകൾ ചമഞ്ഞു നിൽക്കുമെങ്കിലും ഈ ആടുകളെയും കൊണ്ട് ആ വനത്തിൽ പോകുമ്പോൾ ഇവരുടെയൊക്കെ ശരി രൂപം എന്ത് ചെയ്യുന്നേ? ശരി രൂപം വെളിപ്പെടുന്നേ. അപ്പൊ ജോസഫ് ഇടയ്ക്ക് പോയപ്പോ മനസ്സിലായി ഈ ചേട്ടന്മാരാരും അത്ര നല്ല പുള്ളികളൊന്നും അല്ല. ഇവര് പോകുന്ന വഴിക്ക് വേണ്ടാത്ത പല പരിപാടികളും ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇത് കണ്ടിട്ട് അതിനോട് ചേർന്ന് നിൽക്കാൻ ജോസഫ് തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ചെയ്തെന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ചേട്ടന്മാര് ചെയ്യുന്ന പാപത്തിന്റെ അനുഭവങ്ങൾക്ക് കൈയൊടുക്കാതെ, കൂട്ടായ്മ ചെയ്യാതെ അതിൽ നിന്നൊരു വേർപാട് പാലിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ആരോട് പറഞ്ഞു? അപ്പനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പച്ച, ഇന്നയാള് രൂപേന് അല്ലെങ്കിൽ ഷെമിയോന്, ലേവി, അവരൊക്കെ ഈ വീട്ടിൽ കാണുമ്പോ വീട്ടിൽ തന്നെ കുടുംബ പ്രാർത്ഥന പ്രായം കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പ്രിങ് അല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പച്ച മുറുകി എന്റെ മക്കളൊക്കെ എത്ര നല്ല പിള്ളേരാ, ശുദ്ധരാ. പക്ഷെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാറി കഴിയുമ്പോഴാണ് ഇവരുടെ ശരിക്കുള്ള രൂപമൊക്കെ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്.
ജോസഫ് ഇതെല്ലാം അറിഞ്ഞ് കണ്ടിട്ട് തിരിച്ചു വന്ന് എന്ത് ചെയ്തു? അപ്പനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതും ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രിയരെ, ദൈവകൃപയിൽ നിൽക്കുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ ഓരോ സ്റ്റെപ്പൂടെ മുൻപോട്ടെടുക്കുമ്പോൾ ഒരുപക്ഷെ ചിലരുടെയൊക്കെ മുഖഭാഗം മാറിയെന്ന് വന്നേക്കാം. കിട്ടിയ വെളിപ്പാടിനൊത്തവണ്ണം, ദർശനത്തിനൊത്തവണ്ണം, ആലോചനയ്ക്കൊത്തവണ്ണം മുൻപോട്ടിറങ്ങാൻ തയ്യാറായാൽ ദർശനങ്ങൾക്ക് സാക്ഷാത്കാരം ഇടുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദർശനം കണ്ടു പറഞ്ഞപ്പോഴേ അസൂയ തുടങ്ങി, പക തുടങ്ങി. ഇപ്പം പിന്നെ ഈ വീട്ടിൽ ചെന്ന് അവരുടെ ഭാഷ വേണ്ടാതിനും നോണ പറഞ്ഞ് പിടിപ്പിക്കുന്നതെന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. വേണ്ടാതിനും പറഞ്ഞ് പിടിപ്പിക്കുന്നവൻ, വഴക്കുണ്ടാക്കിക്കുന്നവൻ. വാസ്തവത്തിൽ അവിടെ പോയി കണ്ട കാര്യം ആരുടെ പറഞ്ഞേ? പറയേണ്ടടുത്താ പറഞ്ഞത്. അവിടെ ഇവിടെ മുറുക്കാൻകടയിലോ വേറെ ഇടത്തൊന്നും കയറി ജോസഫ് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അവൻ അറിയാം എവിടാണ് പറയേണ്ടത്. ഒരപ്പനുണ്ട്, ആ അപ്പന്റെ അരികിൽ ചെന്ന് പറഞ്ഞാൽ പരിഹാരമുണ്ട്. ഇന്ന് പകൽക്കാലം എന്റെ നിങ്ങളുടെ വിഷയങ്ങൾ ഇറക്കി വെക്കേണ്ടുന്ന പിതാവിന്റെ കാൽക്കലാണ് നാം വന്ന് ഇവിടെ കാലം അടങ്ങിയിരിക്കുന്നത്. അവിടെ വിഷയങ്ങൾ ഇറക്കി വെച്ചാൽ പരിഹാരം തരുന്ന ദൈവമാകുന്ന ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ പകയും വിദ്വേഷവും അകത്ത് കത്തി നിൽക്കുമ്പോൾ ഇതാ ഒരവസരം അവർക്ക് കിട്ടി. കൊച്ചനിതാ അപ്പോൾ ചുമന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കൂട്ടം കൂടി പറയും, ഇത് തന്നെ നല്ലൊരു അവസരം, നമുക്ക് എന്ത് ചെയ്ത് കളയാം? കൊന്നുകളയാം. അവന്റെ ദർശനം എന്താകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ പിടി അതല്ല. ദർശനം എന്താകുമെന്ന്, വാഗ്ദത്തം എന്താകുമെന്ന്, പിശാചും അത് ആഗ്രഹിക്കുന്നത്. ആ വാഗ്ദത്തം എന്താകുമെന്ന്, ദർശനം എന്താകുമെന്ന് ഒന്ന് കാണണം. അത് നിവർത്തീകരിക്കപ്പെടരുത്. ഇന്ന് പകൽക്കാലം ദർശനമാകത്തുള്ള ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, വിശ്വാസത്താൽ വിളിച്ചു പറ, ദർശനം തന്നവൻ കാര്യങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉള്ളിലൊരു ദർശനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കണ്ട. ഉള്ളിലൊരു ദർശനമുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥകളെ ഓർക്കണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന അവസ്ഥക്കകത്ത് ഒതുങ്ങാനല്ല ഒരു ദർശനം ദൈവമിട്ടിരിക്കുന്നത്. രക്തത്താൽ ചെയ്യുക. ഇന്ന് സഹോദരന്മാർ കുറ്റം പറയുന്നതോ, ഇന്ന് സഹോദരന്മാർ വില പറയുന്നതോ, ഇന്ന് സഹോദരന്മാർ വിറ്റ് കളയുന്നതോ നമുക്ക് ജോസഫ് ഭാരപ്പെടേണ്ട. നിന്റെ ആകത്തിട്ടിരിക്കുന്ന ദർശന നിറവേറ്റാൻ ദൈവം മതിയായവനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. രക്തദാന ചെയ്യാം. ദൈവകൃപയുടെ പകൽക്കാലം വ്യാപരിക്കപ്പെടട്ടെ. ഹൃദയത്തിന്റെ മുറിവേറ്റു നോക്കിയ വേല പറഞ്ഞ് എന്ത് ചെയ്തു? ആദ്യം പൊട്ടക്കണറ്റിൽ ഉടുപ്പ് ഉരിയച്ച് എന്ത് ചെയ്തു? വസ്ത്രം ഉരിയച്ച് പൊട്ടക്കണറ്റിൽ ഇട്ടു. പിന്നെ ഒരാള് മുഖാന്തരം അവിടെ നിന്ന് വീണ്ടും വലിച്ചു കയറ്റി. മിഥ്യാന്റെ കച്ചവടക്കാർക്ക് എന്ത് ചെയ്തു? വിറ്റു. വേല പറഞ്ഞ് സ്വന്തം അനിയനെ എന്ത് ചെയ്യാ? വിറ്റു. അങ്ങനെ വളവ് തിരിഞ്ഞു പോകുന്നവരെ തിരിഞ്ഞു നോക്കി. ഒരു ദയ ആരുടെയും കണ്ണിൽ നിന്ന് കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ചരിത്രമൊക്കെ. ഹല്ലേലൂയ. പോയ മണ്ഡലങ്ങളിലെല്ലാം അതുപോലുള്ള പരീക്ഷകൾ നേരിട്ടു. പക്ഷേ ദർശനം വെളിപ്പെട്ടു. ദർശനം വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സന്ദർഭം ഓർക്കാറുണ്ട്. ഈ കാലിച്ചാക്കുമായിട്ട് ധാന്യം വാങ്ങാൻ ജോസഫിന്റെ മുമ്പിൽ വന്ന് ഈ പുള്ളികൾ നിൽക്കുന്ന നിപ്പ് ഭാവനിൽ നിന്ന് കണ്ടേ. നിങ്ങൾ എവിടുത്തുകാരാ, എവിടുന്ന് വരിക എന്ന് പറഞ്ഞ കാര്യമെല്ലാം പറഞ്ഞു. നിങ്ങളുടെ അപ്പനുണ്ടോ? ആ ഉണ്ട്, ദേശത്ത് ഞങ്ങളുടെ പിതാവൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത്രയും പേരെ ഉള്ളോ? ഇനി ആരും ഉണ്ടോ? അപ്പൊ ചോദിക്കുന്നു. ഒരുത്തനൂടെ ഒരാളിപ്പോ വീട്ടിലുണ്ട്, പിന്നെ വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു. അവനെന്ത് ചെയ്തു? മരിച്ചുപോയി. അകത്തുപോയി. ജോസഫ് എന്ത് ചെയ്തു? കരഞ്ഞു എന്നാ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നിന്നെ ഒരപ്പം ചുമന്നുകൊണ്ട കൊടുത്തത് തിന്ന് വില പറഞ്ഞ് സഹോദരന്മാർ വിൽക്കുമ്പോൾ, ചില ആണ്ടുകൾ കഴിയുമ്പോൾ അപ്പത്തിന് വേണ്ടി കാലിച്ചാക്കുമായി
നിന്റെ മുമ്പിൽ നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ്, നിർത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ജയം ജയം ജയം. ദർശനമുള്ളവനെ, ദർശനങ്ങൾക്ക് വിരോധമായി കടന്നു വരുന്ന വിഷയങ്ങൾ കൊണ്ട് തകർന്നു പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതായത് സമാപ്തിയിൽ ചെയ്യാം. അതുകൊണ്ട് പകൽക്കാലം ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് എന്ത് പദ്ധതി, കുടുംബത്തെ കുറിച്ച് എന്ത് പദ്ധതി, രാജ്യത്തിന്റെ തലമുറയെ കുറിച്ച് എന്ത് പദ്ധതി, അത് മുഴുവൻ വെളിപ്പെട്ടു വരുവാ ദൈവാത്മാവ് സംഗതിയാക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് പകൽക്കാലം ഏൽപ്പിച്ചു. ആ വായിച്ച വാക്യത്തിന്റെ 4ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഭൂമിയുടെ അധോഭാഗങ്ങൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. 2ാമത്തെ ഭാഗം പറയുന്നത് പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവന് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭൂമിയുടെ അധോഭാഗങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ അധോഭാഗങ്ങൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. ഭൂമിശാസ്ത്രപരമായി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ വെച്ചാൽ ഭൂമിയെ ഒന്ന് പഠിക്കാൻ നോക്കിയാൽ ഒരു മുട്ട നടുവെ പിളർക്കുന്നത് പോലെ ഭൂമിയെ ഒന്ന് പിളർന്ന് ഉള്ള പിക്ചറുകൾ പഠന സഹായത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സയൻസിനകത്ത് പഠിക്കുന്ന, ഭൂമിശാസ്ത്രം പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ ഭൂമിയെ പല തട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. പറഞ്ഞ കുഞ്ഞ് ഏറ്റവും ഇന്നർ ലെയറിന് എന്താ പറയുന്നത്? കോർ. കോറിനകത്ത് എന്താ ഉള്ളത്? അതിനെല്ലാം കൂടെ ചേർത്ത് ലാവ അല്ലേ? ഏറ്റവും ഇന്നറിൽ എന്തുണ്ട്? ലാവയുണ്ട്. അപ്പോൾ ആ ഭാഗം നോക്കി അങ്ങ് വിടുക. ലാവയുടെ പ്രത്യേകത തന്നെ ഇത് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക. തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക. പല എൻസൈക്ലോപീഡിയയിൽ അതിന്റെ ടെമ്പറേച്ചറിന്റെ അളവ് പല നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിടത്ത് ഞാൻ കണ്ടത് 3700ഓളം ഡിഗ്രി സെന്റിഗ്രേഡിൽ എന്ത് ചെയ്യുന്നു? തിളച്ചു മറിയുന്നു. വേറൊരു ഞാൻ നോക്കിയപ്പോൾ 5500 കണ്ടു. എന്തായാലും കൃത്യമൊന്നും ആർക്കും അറിയത്തില്ല. അപ്പം 3000-ഓ 5000-ഓ 5500-ഓ ഡിഗ്രി സെന്റിഗ്രേഡിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ അന്തർഭാഗത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിൽ. ഉളവാക്കിയവൻ ഉളവാകട്ടെ എന്ന് അരുളി ചെയ്തവൻ ഭൂമിക്ക് ഞാൻ വൃത്തം വരച്ചപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ഇയ്യോബിനോട് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് വൃത്തം വരച്ചവൻ, വാക്കിനാൽ ഉളവാക്കിയവൻ, ഇതിനെല്ലാം അതിന്റെ പ്രപഞ്ചത്തെ മുഴുവൻ അതാതിന്റെ സ്ഥാനത്ത് നിലയ്ക്ക് നിർത്തുന്നവൻ, സകലത്തെയും അതിന്റെ ആവി ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിച്ചലിപ്പിക്കുന്ന ദൈവം. ആവി സ്തോത്രം. ആവി ഭൂമിയുടെ അന്തർഭാഗത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിൽ, യഹോവയുടെ കയ്യിൽ. ഇയ്യോബിന് ആ വിഷയത്തെ കുറിച്ച് ലഭിച്ചതായ ഒരു വെളിപ്പാട് 28-ാം അധ്യായം ഇയ്യോബ് 28 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിന്റെ അധോഭാഗം തീ കൊണ്ട് എന്ന പോലെ മറിയുന്നു. അതിന്റെ പാറകൾ നീലരക്ത. മതി. അപ്പോൾ ഭൂമിയുടെ അധോഭാഗം എന്ത് ചെയ്യുന്നു? തീ കൊണ്ട് എന്ന പോലെ മറിയുന്നു. പക്ഷെ ഉപരിതലത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഉപരിതലത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു? ആഹാരമുണ്ടാകുന്നു.
ഭൂമിയെ കുറിച്ച് ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇതിന്റെ ആകെ എഴുതിക്കൊണ്ടിരിക്കുക തീ കൊണ്ട് എന്ന പോലെ എന്ത് ചെയ്യുക, മറിഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ മറിഞ്ഞോണ്ടിരിക്കുന്ന അളവിലാണ് ചില ബലഹീന പോർഷനിലേക്ക് വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളും. അതിനാണ് പറയുന്നത് അഗ്നിപർവ്വതം എന്നല്ലേ, അഗ്നിപർവ്വതം പൊട്ടി. അപ്പൊ ഈ പുറത്തേക്ക് വരുന്ന തള്ളൽ വന്ന് വീണാൽ ലാവ ഒഴുകിയ പിന്നെ അവിടെ ഒരു പച്ചപ്പുല്ലോലി അല്ലേ, എല്ലാം കരിഞ്ഞുണങ്ങി പോകും. പുറമേ നിന്ന് ആഹാരം ഉളവാകണമെങ്കിലും അകത്ത് തിളയ്ക്കുന്ന വിഷയം അവിടെ കിടക്കണം. പുറത്തേക്ക് തള്ളി പുറത്ത് വന്നാൽ ഓർക്കണം, പച്ചിപ്പ് മുഴുവൻ എന്ത് ചെയ്യും, തരിശായി പോകും. പിന്നെ ഒരു പ്രയോജനമില്ലാത്ത നിലയിലായി പോകും. അകത്ത് ഭൂമിയുടെ അന്തർഭാഗത്ത് തിളച്ചു മറിയുമ്പോഴും പുറമേ നിന്ന് ദൈവം എന്ത് ഉളവാക്കുന്നു, ആഹാരം ഉളവാക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത്രയും കാര്യം നമ്മുടെ ആ ബുദ്ധിമണ്ഡലത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് നമ്മിലേക്ക് ഒന്ന് വരാം. ആകെ എന്തുകൊണ്ടിരിക്കുക, തിളച്ചോണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ പൊട്ടിയാ പിന്നെ പച്ചിപ്പും കരിഞ്ഞ് ഉള്ളത് മുഴുവൻ കരിഞ്ഞ് നാശമായി. പിന്നെ 21 ഇരുന്ന് പ്രാർത്ഥിച്ചാൽ 40 ഇരുന്നാൽ ഒന്നും കിളുക്കാത്ത വരും. അതുകൊണ്ട് സൂക്ഷിക്കണം, എത്ര തിളച്ചാലും പൊട്ടാൻ നമ്മൾ കുടുംബത്തിൽ പൊട്ടലുണ്ടാകാം, കുടുംബജീവിതത്തിൽ പൊട്ടലുണ്ടാകാം, ജോലി സ്ഥലത്തുണ്ടാകാം. പല വിഷയത്തിലും തിളച്ച് വരുമ്പോഴും പുറത്തേക്ക് ലാവയായി വരാൻ നമ്മൾ എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. ചില വിഷയങ്ങളൊക്കെ ഉറപ്പോടെ വിഷയങ്ങളൊക്കെ അകത്ത് കൺട്രോൾ ചെയ്യേണ്ടത്, അകത്ത് സൂക്ഷിക്കേണ്ടത് എന്ത് ചെയ്യണം, അകത്ത് സൂക്ഷിക്കാമെങ്കിൽ പുറത്തു വന്ന നാശമാണ്, പുറത്തു വന്നാൽ കരിയുന്ന അനുഭവമാണ്, നഷ്ടമാണ്. അത് വരാതിരിക്കുക, അകത്ത് സൂക്ഷിക്കേണ്ടതിനൊക്കെ കരുത്തുള്ളവരായി മാറണം. അപ്പൊ ആകെ എന്തുകൊണ്ടിരിക്കുക, തിളച്ച്. ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെല്ലാം വിഷയം തിളയ്ക്കുക അല്ലെ, വിസയുടെ വിഷയം തിളയ്ക്കുന്നു, മക്കളുടെ വിഷയങ്ങൾ തിളയ്ക്കുന്നു, മോർഗേജിന്റെ വിഷയം തിളയ്ക്കുന്നു, ഭർത്താവിന്റെ വിഷയം തിളയ്ക്കുന്നു. ഇത് വേണ്ട സകല വിഷയം അകത്ത് എന്തുകൊണ്ടിരിക്കുക, ഇത് തിളയ്ക്കുമ്പോഴും ദൈവം ഒന്നാഗ്രഹിക്കുന്നു, പുറമേ നിന്ന് ആഹാരം ഉണ്ടാവണം. അകത്ത് തിളയ്ക്കുമ്പോഴും പുറമേ നിന്ന് എന്താ ഉണ്ടാവണം, ആഹാരം ഉണ്ടാവണം. ഈ കത്തലൊന്ന് തീർന്നിട്ട് ഞാൻ ഫലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആയുസ് നടക്കത്തില്ല. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ചരിത്രത്തിൽ രേഖകളായി മാറിയിട്ടുള്ളവരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കടന്നുപോയിട്ടുണ്ട്. രാജ്യത്തു നിന്ന് ഇന്ത്യയിൽ കടന്നു വന്ന് മലയാള ബൈബിൾ നമുക്ക് വേണ്ടി അവൻ എഴുതി തരുവാൻ ദൈവം ഉപയോഗിച്ച ഭക്തന്റെ ചരിത്രം പഠിച്ചാൽ എത്രയോ കഷ്ടതകൾ. സ്വന്തം കുഞ്ഞെന്ത് ചെയ്തു, മരിച്ചുപോയി, ഭാര്യയായി, ഭ്രാന്തിയായി. അകത്ത് തിളയ്ക്കുന്ന വിഷയങ്ങളിലൂടെ ആ ഭക്തൻ കടന്നു പോകുമ്പോഴും ആവി തന്നിലൂടെ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടത്തക്ക നിലവാരത്തില് നമ്മുടെ രാജ്യത്ത് ജീവന്റെ വചനമാകുന്ന അപ്പം നമ്മുടെ മാതൃഭാഷയില് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടത്തക്ക നിലവാരത്തില് ഒരു ഭക്തനെ ഉപയോഗിക്കുമ്പോൾ അവൻ ചില ചൂളയിലൂടെ കടന്നുപോയവരാണ്, കടന്നുപോയതാണ്. പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ പലവിധമായ കത്തലുകളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്.
ചിന്തിച്ചു ഓർത്തും ഹല്ലേലൂയ, വിതുമ്പിയും ഏങ്ങലടിച്ചും ഹല്ലേലൂയ, അവൻ കരഞ്ഞു ഒരു പക്ഷെ നിന്റെ രാത്രികളെ തള്ളി നീക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, എന്റെ അകത്ത് കത്തുന്ന വിഷയങ്ങൾ, എന്റെ അകത്ത് എരിയുന്ന വിഷയങ്ങൾ, എന്റെ അകത്ത് എരിയുന്ന വിഷയങ്ങൾ എവിടാ? അകത്ത് കത്തുന്ന വിഷയം എവിടാ? ദൈവത്തിന്റെ കയ്യിൽ. പറഞ്ഞേ, അകത്ത് കത്തുന്ന വിഷയം ആരുടെ? ദൈവത്തിന്റെ. ഭൂമിയുടെ അഥവാ കത്തുന്നെങ്കിൽ അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇതുപോലെ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, ഭാരപ്പെടുന്ന, നിലപ്പോട് പോലെ വെന്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ കയ്യിലല്ല. ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവത്തിന്റെ കയ്യിലാണ്. പകൽക്കാലം അതുകൊണ്ട് വിശ്വസിക്കാൻ, ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും, ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും പകൽക്കാലം സർവശക്തനായ ദൈവത്തിന്റെ കയ്യിലാണ്. എന്റെ കർത്താവിന്റെ കരത്തിലാണ്. അങ്ങനെ വിശ്വസം ദൈവത്തിൽ മഹത്വം കൊടുക്കുവാൻ തയ്യാറായ അകത്തുള്ള കത്തലുകൾ കാണാൻ പോവുകയാണ്. അകത്തുള്ള ഭാരങ്ങളെ ദൈവം കൈകാര്യം ചെയ്യാൻ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിൽ സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ബദലി എത്ര കത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതിന്റെ പകൽക്കാലം ദൈവത്തിന്റെ ആ സ്വാന്തനം നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിക്കണം. ആ സ്വാന്തനം ആരാധനയുടെ നടുവിൽ പ്രാപിക്കണം. വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധമുഖത്തുനിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സന്തോഷം തരുന്നതല്ല. പല പടയാളികൾ എന്ത് ചെയ്യുന്നു? മരിച്ചു വീഴുന്നു എന്നുള്ള വാർത്തയാണ് സ്വദേശത്തുള്ള വീടുകളിൽ പലർക്കും കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു യുവ സഹോദരി ആമേ തന്റെ ഭർത്താവ് യുദ്ധമുഖത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ കൂടെ, ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും ആമേ വെടിയേറ്റു വീഴുന്നതായിട്ടുള്ള വാർത്ത എന്ത് ചെയ്തു? കേട്ടു. പ്രൈസ് ദി ലോർഡ്. നിറവയറോടെയാണ് സഹോദരി ആയിരിക്കുന്നത്. യുദ്ധമുഖത്ത് നിൽക്കുന്ന തന്റെ ഭർത്താവിനാൽ ആമേ അവരുടെ കുടുംബത്തിൽ ദൈവം കൊടുത്ത ഒരു തലമുറ ഉദരത്തിലുണ്ട്. പക്ഷെ ഉറപ്പില്ല ആമേ ഈ കുഞ്ഞിന്റെ മുഖം കാണാൻ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് അറിയാതെ ഹൃദയം കത്തിയപ്പോ അവൾ ദൈവത്തിന്റെ സന്നിധാനത്തിലിരുന്നു. ദൈവത്തിന്റെ സന്നിധാനത്തിലിരുന്നു. ഹൃദയം പകരാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ എഴുതിയ പാട്ടിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളത് ആമേ നീ വാഴുകയാൽ അല്ലേ തെല്ലും വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ആയത്ത ധന്യമേ ഈ ലോക ജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. വാർത്തയാണോ തന്റെ കാതിൽ വരാൻ പോകുന്ന അറിഞ്ഞുകൂടാ. അടുത്ത ദിവസം ജന്മം നൽകുവാൻ പോകുന്ന കുഞ്ഞിന് ആ പിതാവിനെ കാണുവാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ വേദനയോട് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഹൃദയത്തിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ വചനം നൽകി കർത്താവ് വാഴുന്നു. കർത്താവ് വാഴുന്നു. സകല ഭൂരാജാക്കന്മാർക്കും മീതെ വാഴുന്നു. സകല സിംഹാസനങ്ങൾക്കും മീതെ കൂടെ രാജാവിന്റെ മുഖം കാണിക്കാൻ ചെല്ലുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ രാജാവ് എന്ത് ചെയ്തു?
മരിച്ചു. ഇപ്പോൾ ചെന്നാൽ ശൂന്യമായി കിടക്കുന്ന ഒരു സിംഹാസനമാണ് കാണാനുള്ളത്. ആ വേദനയോട് ദൈവത്തിന്റെ മുമ്പിൽ യെശയ്യാവ് മുട്ടുമടക്കുമ്പോൾ അവന് സ്വർഗം തുറന്നൊരു വെളിപ്പാട് കാണിക്കുന്നു. യെശയ്യാവേ, ലോകത്തിലെ സിംഹാസനങ്ങളൊക്കെ ഒഴിയാൻ സാധ്യതയുള്ളതാണ്. അതിലൊന്നും സ്ഥിരതയില്ല. മരണത്താൽ രാജാക്കന്മാർ മാറ്റപ്പെടും, മരണത്താൽ ചക്രവർത്തിമാർ നീങ്ങിപ്പോകും. എന്നാൽ കണ്ണു തുറന്ന് കാണൂ, ഹല്ലേലൂയ, സകല രാജാക്കന്മാർക്കും മഹാരാജാവായ മഹാദൈവമായ ഇരിക്കുന്ന ഒരു മഹാരാജാവ് ആമേരിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. അകത്ത് കത്തുന്ന വിഷയം, അകത്ത് കത്തുന്ന വിഷയം, അകത്ത് ഭാരപ്പെടുന്ന വിഷയം, അകത്ത് നീറുന്ന വിഷയം നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കർത്താവിന്റെ കയ്യിലാണ്. ദൈവകരങ്ങളിലേക്ക് അതുകൊണ്ട് എന്തെങ്കിലും അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൈമാറി ഫ്രീ ആയിക്കുകയും ഒന്ന് വിട്ടുകൊടുത്തത് ഫ്രീ ആയിക്കുകയും യേശുവിന്റെ അധികാരമുള്ളതാണ്. കത്തുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും വിശ്വാസം ഈ കത്തലൊന്നും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുകയില്ല. കർത്താവിന്റെ കൃപയാകുഞ്ഞെ നീ ആയിരിക്കുന്നത്. നമ്മുടെ പല വിഷയങ്ങളും സ്വർഗം നിയന്ത്രിച്ചത് കൊണ്ടായിരിക്കുന്നത്. അല്ലേ? നീ ജീവിച്ചിരിക്കണ്ട എന്ന് എങ്ങനെയെങ്കിലും ഞാൻ മരിച്ചാ മതിയായിരുന്നു, ഇങ്ങനൊരു ജീവിതം എനിക്കില്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അകത്തെ കത്തല് കൊണ്ട് പലവട്ടം ചിന്തിച്ചിട്ടുണ്ടാവാം. പകൽക്കാലം അങ്ങനെ തീർന്നു പോകാം. ഇടയാകാതെ വേണ്ട അകത്ത് കത്തിയ വിഷയങ്ങളെ കർത്താവിന്റെ ഉള്ളങ്കയിൽ വഹിച്ച് പരിപാലിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ നടുവിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കപ്പെടട്ടെ. അതുകൊണ്ട് ആ മേഖല ഞാൻ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ കത്തലും കർത്താവിന്റെ ഇങ്ങനെ അകത്ത് കത്തുമ്പോൾ പുറമേ നിന്ന് ആഹാരം ഉണ്ടാകുന്നു. പുറമേ നിന്ന് ആഹാരം ഉണ്ടാകുന്നു. 104 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും. മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിക്കുന്നു. ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അപ്പോ യോബിന്റെ പുസ്തകത്തിൽ പുറമേ നിന്ന് ആഹാരം ഉളവാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേക കാറ്റഗറിയായി എടുത്തു പറയുകയാണ്. എന്തൊക്കെയുണ്ട്? ആഹാരം, വീഞ്ഞ്, എണ്ണ, അപ്പം. വീഞ്ഞും എണ്ണയും അപ്പവും. അകത്ത് കത്തുന്നെങ്കിലും പുറമേ നിന്ന്
എന്തോ ഉത്ഭവിക്കണം? വീഞ്ഞും എണ്ണയും അപ്പവും. നടക്കൂ? അകത്ത് കത്തുമ്പോഴും എന്താ വേണം? വീഞ്ഞു പുറപ്പെടണം, വീഞ്ഞൊഴുകണം. അകത്ത് കത്തുമ്പോഴും എണ്ണ ഒഴുകണം, അകത്ത് കത്തുമ്പോഴും അപ്പം ഉത്ഭവിക്കണം. എന്താ ഇതിന്റെ ആശയം? എന്താ ഇതിന്റെ അർത്ഥം? വീഞ്ഞു കാണിക്കുന്നത് ആത്മീയ സന്തോഷത്തെയും ദൈവ കൃപയുമാണ്. എന്ത് കാണിക്കുന്നത്? വീഞ്ഞ്. അത് സന്തോഷമാണ്, ആത്മാവിനുള്ള സന്തോഷം അല്ലേ? ആത്മാവിനുള്ള സന്തോഷം, ആത്മീയ സന്തോഷം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. എന്താ പറ്റി മുഖം കണ്ടിട്ട്? എന്താ മനസ്സിലായ? ആ കത്തലിന്റെ ഒരു വാട്ടവും പുകയും അടിച്ച വഴുതി എന്ത് ചെയ്യുന്നത്? അകത്ത് കത്തുമ്പോഴും പുറമേ എന്ത് ഉത്ഭവിക്കണം? വീഞ്ഞു പുറപ്പെടണം. നീറുന്ന ഒത്തിരി വിഷയങ്ങൾ അകത്തിരിക്കുമ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി, എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ പരിപാലിപ്പാൻ അവൻ മതിയായവൻ. നിനക്കൊരു അധികാരവുമില്ല. നീ കൊണ്ടുവരുന്ന വിഷയം കൊണ്ട് ഞാൻ പാടിപ്പോകത്തില്ല, നീ എന്നെ തീയാതെ കത്തിപ്പോകത്തില്ല. ഇതിനകത്തുനിന്ന് ഞാനൊരു ജയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ കൃപയുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ, ആത്മസന്തോഷത്തിന്റെ വാക്കുകൾ നടത്തുന്ന വിഷയമുള്ളപ്പോൾ ഒഴുകാനിടയാകണം. അകത്ത് കത്തുമ്പോഴും പുറമേ എന്തോ ഒഴുകണം? വീഞ്ഞൊഴുകണം. സന്തോഷം നിലനിൽക്കാനിടയാകും. ഒരു കല്യാണ വീട്, ആ കല്യാണ വീട്ടിൽ പ്രധാന ദിവസങ്ങളിൽ ആളുകൾ വന്നവർക്കെല്ലാം വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക. യഹൂദരുടെ കല്യാണം ഒരു നേരം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തീരുന്ന പരിപാടിയല്ല, ദീർഘ ദിവസങ്ങൾ നിലനിൽക്കുന്ന പരിപാടികളാണ് അവരുടെ വിവാഹത്തിന് ഉള്ളത്. അങ്ങനെ അതിന്റെ പ്രധാന ദിവസം വിഭവങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കലവറയിൽ നിന്ന് ഒരു കുശുശുപ്പ്. കലവറക്കാരൻ പതുക്കെ വീട്ടുകാരോട് പറഞ്ഞു, ഇവിടെ തീർന്നു. അത് അടുത്ത ആളിന് കൈമാറി. പലരുടെയും ചെവിയിൽ എന്തോ എത്തി? പ്രധാനമായി വിളമ്പേണ്ടുന്ന വീഞ്ഞ് ഭവനത്തിനകത്ത് തീർന്നുപോയി. വീഞ്ഞ് തീർന്നപ്പോൾ എന്തോ കൂടെ പോയി? വിരുന്നിന്റെ എല്ലാ സന്തോഷവും പോയി. ഇനി വിളിച്ചു വരുത്തൊക്കെ എന്നാ കൊടുക്കും. അപ്പൊ വീഞ്ഞ് തീർന്നാൽ എന്തോ ഇല്ലാതാകും? സന്തോഷവും സംതൃപ്തിയും ഇല്ലാതാകും. ചെറുക്കന്റെ മുഖവും വല്ലാതായി, അപ്പന്റെ മുഖവും വല്ലാതായി. ഓടിച്ചെന്ന് 2 കുപ്പി മേടിച്ചാൽ നടക്കുന്ന പരിപാടിയല്ല ഇത്. നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞ യഹൂദനായിട്ട് 40 ദിവസത്തെ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് നല്ല വീഞ്ഞ് എന്ത് ചെയ്യുന്നത്? വേർതിരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ വീഞ്ഞാണ് എന്ത് ചെയ്തത്? തീർന്നു പോയത്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു പ്ലാനിങ് ഉണ്ട് അല്ലേ? എല്ലാ കാര്യത്തിനും പ്ലാനിങ് ഉണ്ട്. നമ്മൾ ആദ്യം ഇരുന്ന് ചിന്തിക്കും, അവിടുന്ന് വരുന്നവരും നമ്മൾ ക്ഷണിച്ചവരും ഒക്കെ എത്ര മെമ്പേഴ്സ് വരാനായിട്ട് ഉണ്ടാവും. അപ്പൊ കണക്ക് കൂട്ടി ഒരു 800 പേരെങ്കിലും വരുമെങ്കിൽ കുറഞ്ഞതൊരു 850, 900 ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറയാതെ നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും അല്ലേ? അല്ലെ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഒരു പ്ലാനിങ് ഇല്ലാതൊന്നും അല്ല എന്ത് ചെയ്തത്? ഇനി നമ്മുടെ കേറ്ററിംഗ് ആണ് കൊടുക്കുകയാണെങ്കിൽ പോലും 4 പേരോട് ചോദിച്ചു നല്ല അഭിപ്രായം പറയുന്നവർക്ക് അല്ലേ? ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ കേറ്ററിംഗിന്റെ ഒരു കമ്പനി തുടങ്ങാൻ പോവുക, അച്ഛന്റെ മോന്റെ കല്യാണത്തിന്റെ കാര്യമാണ് ആദ്യത്തെ പരിപാടി എന്ന് വന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുകൂടെ ആലോചിക്കും, ഇവന് എന്നാ പണി കാണിച്ചു വെക്കും,
കുളമാക്കുവോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ ശരിക്കും കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് എന്ത് ചെയ്യത്തുള്ളൂ. കാരണം ഒരു കല്യാണം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ സമയമായി. ഇവിടെ ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ എന്തോ സംഭവിച്ചു? വീഞ്ഞു തീർന്നു. പലതും നമ്മൾ ആഗ്രഹിച്ച് കണക്ക് കൂട്ടി എല്ലാ കാര്യങ്ങളും ഇന്ന പോലെ നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പലതും ചെയ്യാറുണ്ടെങ്കിലും സമയത്ത് വരുമ്പോൾ അതിന്റെ പൂർത്തീകരണങ്ങൾ കാണാതെ, അതിന്റെ നന്മകൾ കാണാതെ, അതിന്റെ സന്തോഷത്തിന്റെ പൂർണ്ണതയിലെത്താതെ ശൂന്യതകളിടുന്ന, സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ദുർവ്യാപാര അന്ധകാര ശക്തികൾക്ക് മുമ്പില് ഇന്ന പകൽക്കാലത്തിന്റെ സന്തോഷം ഉടഞ്ഞു പോകാൻ ഇടയാകാതെ, നിന്റെ ആനന്ദമില്ലാതായി പോകുവാൻ ഇടയാകാതെ, പിശാച് കൊണ്ടുവരുന്ന സകല വ്യാപാരങ്ങളെയോ ആത്മാവിന്റെ ശക്തിയോടെ ജയിക്കുവാൻ, ആത്മാവിന്റെ ബലത്തോടെ ജയിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ തക്ക സമയത്ത് ആരുണ്ടായിരുന്നു? ആ സമയത്ത് വെച്ചൊരു പ്രാർത്ഥന, ആ സമയത്ത് വെച്ചൊരു ഉപവാസം, ആ സമയത്ത് ചിലരെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിച്ചത്, ആ സമയത്ത് സഭ ഇടിവിൽ നിന്നത്, ആ സമയത്ത് ദേവദാസൻ വീട്ടിൽ വന്നത്, അവൻ ആ സമയത്ത് കരമുയർത്തി പ്രാർത്ഥിച്ചത്. സ്തോത്രം വെറുതെയല്ല, ദൈവത്തിന് സ്തുതി മാറ്റാം. പ്രാർത്ഥനയ്ക്കായി ആത്മാവ് ഇരുത്തിയത് അവർക്ക് സന്തോഷം കെടാൻ സാധ്യതയുള്ള, അവൻ വീഞ്ഞു തീരാൻ സാധ്യതയുള്ള ചില മോമെന്റിലേക്ക് നീ എത്തുപെട്ട് നിരാശയിലായി പോകാതിരിക്കേണ്ടതിന്, ശൂന്യതകളെ മാറ്റാൻ ഒരു വർധനവിന് വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നിന്നെ കർത്താവിന്റെ കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? വഴി തുറന്നു കൊടുക്കുമ്പോൾ വീഞ്ഞിന്റെ ഒഴുക്ക് വെളിപ്പെടുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം പറയാൻ ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. തീർന്നിട്ടില്ല, പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തി പിന്നെ ദൈവം ചെയ്യാനായിട്ട് പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ അതുകൊണ്ട് അകത്ത് കത്തുമ്പോഴും വീഞ്ഞിന്റെ ഒഴുക്കിന് എന്ത് വരരുത്, വീഞ്ഞൊഴുകണം. ഈ വീഞ്ഞൊഴുകുക എന്ന് പറയുമ്പോൾ ഈസിയാന്ന് തോന്നും, പക്ഷെ അത് അത്ര ഈസി അല്ല. എങ്ങനെ ഈ വീഞ്ഞുണ്ടാകുന്നേ? മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്. മുന്തിരിക്കൊലയായിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് എന്ത് വരില്ല? വീഞ്ഞു വരില്ല. മുന്തിരിക്കൊല ചക്കിന് വേണ്ടി വിട്ടുകൊടുത്ത, അരയപ്പെടാൻ വിട്ടുകൊടുത്ത, ഉടയപ്പെടാൻ വിട്ടുകൊടുത്ത, അതിനകത്തു നിന്ന് അതിനകത്ത് വച്ചിരിക്കുന്ന രസം പുറത്തു. ചില കഷ്ടതകളും ചില ശോധനകളും ചില പരീക്ഷകളും ചില തകർച്ചകളും ജീവിതത്തിൽ വരുന്നത് വെറുതെയല്ല. അകത്തുള്ള കൃപയുടെ രസം, അകത്തുള്ള വീഴ്ച,
നുണയപ്പെട്ട് കഴിയുമ്പോഴാണ് എന്ന് പുറത്തു വരുന്നത്. നുണയപ്പെട്ട് കഴിയുമ്പോഴാണ് രസം പുറത്തു വരുന്നത്. അതിന് ഷേപ്പ് മാറിയെന്ന് വരാം. ഷേപ്പ് മാറിയെന്ന് വരാം. ചില മണ്ഡലങ്ങളൂടെ കടത്തി വിടുമ്പോ ആ ശൗൽ എന്ന ചെറുപ്പക്കാരന്റെ ആ പോക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങോട്ടുള്ളതാ, ദമാസ്കസിലേക്ക് വാഹനമൃഗത്തിന്റെ പുറത്ത് അവൻ അതിനെ ഓടിച്ചു പോകുമ്പോൾ ലോകത്തിൽ അവനെക്കാട്ടി വലിയവൻ ആരും ഇല്ലെന്നായിരുന്നു ആരുടെ ചിന്ത? ശൗലിന്റെ ചിന്ത. പക്ഷെ വഴിത്തലക്കിലിട്ട് തമ്പുരാൻ ഉടച്ചു. സ്തോത്രം. വഴിത്തലക്കിലിട്ട് തമ്പുരാൻ എന്ത് ചെയ്തു? ഉടച്ച്. ആദ്യം ചെയ്തത് അന്ന് വരെ തീവ്രവാദ സ്വഭാവത്തോടെ കത്തിക്കൊണ്ടിരുന്ന ആ കാഴ്ചയെ തമ്പുരാൻ കൊട്ടിക്കടച്ചു. ആരുണ്ട് എന്റെ കൈ ഒന്ന് പിടിക്കാൻ എന്ന് പറയുന്ന പരുവത്തിന് ആരെത്തി? അവന്റെ കൈ പിടിച്ച് ആരോ കൊണ്ട് എവിടെ ഇരുത്തി? ശൗലിന്റെ യൂദ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ കൊണ്ടിരുത്തി. 3 ദിവസം അവിടെ ഇരുത്തി. 3 ദിവസം അവിടെ ഇരുത്തി ഉപവാസത്തോടെ എന്ത് ചെയ്ത് കാണും? പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. സ്തോത്രം. ചില മണ്ഡലങ്ങൾ ഉടഞ്ഞെങ്കിലേ നിന്റെ ആകത്തുള്ള അഭിഷിക്തം പുറത്തു വരുത്തുന്നു. ശരിക്കും അടിപിടിച്ചല്ലേ? പലവട്ടം തീർന്നു എന്ന് പറഞ്ഞ് കാലെ പിടിച്ചു വലിച്ചുകൊണ്ട് കളഞ്ഞു. ബോഡി ഡെഡ് ബോഡിയായിട്ട് കളഞ്ഞു. പക്ഷേ ചില വിശ്വാസികൾ ചുറ്റി നിന്ന് പ്രാർത്ഥിക്കുകയും പൗലോസ് വീണ്ടും ജീവൻ പ്രാവശ്യം ചെയ്തു. അതാണ് കൊരിന്ത്യരിലേക്ക് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ എനിക്കറിയാം 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3 സ്വർഗത്തോളം എന്നൊക്കെ പറയുന്ന ഭാഗം തന്നെ കുറിച്ച് അന്ന് നടന്ന സംഭവത്തെ കുറിച്ചാണ്. അപ്പൊ ശരിക്കും ഒന്ന് ഉടഞ്ഞത് കൊണ്ട് മഹാപുരോഹിതന്റെ ഒരു കത്തും വാങ്ങിച്ചുകൊണ്ട് സഭയെ തകർക്കാൻ ഇറങ്ങിയവൻ സഭയെ പണിയുന്ന 14 കത്തെഴുതി. ഉടയലിലൂടെ അദ്ദേഹത്തെ കടത്തിവിട്ട് കഴിഞ്ഞപ്പോ തന്നിലുള്ള ദൈവാത്മാവിന്റെ അസാധാരണമായ തലങ്ങൾ തുടർന്ന ശുശ്രൂഷകളിൽ വെളിപ്പെടത്തക്ക നിലവാരത്തിൽ ആൾമാറ്റി ഉയർത്തിക്കൊണ്ടുവന്ന ആത്മമണ്ഡലം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. രക്തത്തിലൂടെ ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേരാണ് പുതിയ നിയമസഭ. ആദമിന്റെ ഒരു വശത്തു നിന്നും മാർവിടത്തിൽ നിന്ന് ഒരു വാരിയൽ എടുത്ത് ഹൗവയുണ്ടാക്കിയതുപോലെ ചങ്ക കുത്തി തുളയ്ക്കുമ്പോൾ ആ മാർവിടത്തിൽ ഒഴുകിയ രക്തത്താൽ ഒരു സന്തതി ജനിക്കുകയായിരുന്നു. ആ സന്തതിയാണ് ദൈവസഭ. അവൻ ഉടയപ്പെടാൻ വിട്ടുകൊടുത്തത് കൊണ്ട്, തകർക്കപ്പെടാൻ വിട്ടത് കൊടുത്തുകൊണ്ട്, പോലെ കീഴപ്പെടുവാൻ വിട്ടുകൊടുത്തത് കൊണ്ട്, ഏറ്റവും നിന്ദിക്കപ്പെട്ടത് കൊണ്ട്, ഏറ്റവും പരിഹസിക്കപ്പെട്ടത് കൊണ്ട് സഹിക്കേണ്ടുന്ന വേദനകൾ നമുക്ക് വേണ്ടി കർത്താവ് സഹിപ്പാൻ ഉടയാനായി ഏൽപ്പിച്ചു കൊടുത്തു. ഉടയാമെങ്കിൽ രസം പുറത്തു നോക്കിയാൽ ഒരു അനുഭവം എനിക്ക് പറയാൻ കഴിയും. ശുശ്രൂഷതലങ്ങളിലൊക്കെ ഒത്തിരി പോരാട്ടങ്ങളിലൂടെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്.
അതിന്റെ നടുവിൽ ഉടഞ്ഞു തീർന്നു പോകാതെ അതിന്റെ നടുവിൽ കർത്താവിന്റെ കാൽക്കൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പുതിയ കൃപയോടും പുതിയ അഭിഷേകത്തോടും പുതിയ ശുശ്രൂഷയോടും കൂടി കർത്താവ് കഴിഞ്ഞ നാളിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അത് പിന്തിരിഞ്ഞു നോക്കി പറയാൻ കഴിയും, അന്ന് ഉടയപ്പെട്ടത്, അന്ന് തകർക്കപ്പെട്ടത്, അന്ന് ചക്കിനകത്തുന്ന പോലെ വീണുപോയത് അവൻ വെറുതെ അല്ലായിരുന്നു. അകത്തുള്ള രസ ആ കൃപയൊന്ന് പുറത്തു വരുവാ നിരിക്കും മാത്രമല്ല എണ്ണ ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണ ഒഴുകുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞാലും സഭ ഒന്നിച്ചു കൂടുമ്പോൾ എണ്ണ ഒഴുകണം. ആരാധിക്കുമ്പോൾ അഭിഷേകം വ്യാപരിക്കണം. ഭവനത്തിനകത്ത് കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് എണ്ണ ഒഴുകണം. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് ആത്മാവിൽ ആരാധിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിക്കുന്ന തലങ്ങളിലേക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ മാറണം. എണ്ണ ഒഴുകുന്ന ഒരു ആത്മമണ്ഡലം നമ്മിൽ വ്യാപരിപ്പതായി ചുടയാകണം. ഇതിനും വില കൊടുത്തേ പറ്റുള്ളൂ. ഇതിനെന്താ കൊടുക്കണം? വില കൊടുക്കണം. നമുക്കറിയാം പല സസ്യങ്ങളുടെയും സീഡിൽ നിന്നാണ് എന്ത് വരുന്നത്? എണ്ണ ഉണ്ടാകുന്നത്. ഒലിവെണ്ണ ഉണ്ടാകുന്നത് ഒലിവ് വൃക്ഷത്തിൽ ഉണ്ടാകുന്ന അതിന്റെ കായിൽ നിന്നാണ്. അത് പാകമായി വിളയുമ്പോൾ എന്ത് ചെയ്യും? കോലുകൊണ്ട് തോട്ടി കൊണ്ടൊക്കെ അടിച്ച് കുലുക്കി അതിനെ എന്ത് ചെയ്യും? പറിച്ചെടുക്കും. വൃക്ഷം ഉലയുന്നത് പോലെ കൊണ്ടുകൾ കുലുക്കി വലിച്ച് പറിച്ച് എന്ത് ചെയ്യാണ്? ഇതിന്റെ ഓരോ കായ്കളെയും വേർതിരിക്കുകയാണ്. ഇത് അത്ര സുഖം തരുന്നൊരു കാര്യമല്ല. ഈ കായ്കൾ അടർത്തി പറിച്ചെടുക്കുമ്പോൾ വേദനയോ ഭാരമോ ഒക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരെണ്ണ പുറപ്പെടണമെങ്കിൽ ചില കഷ്ടത ആവശ്യമാണ്. പിന്നെ അതിനെ ഉണക്കിയെടുത്തിട്ട് ആ സീഡിനെ എന്ത് ചെയ്യുന്നു? ആവേൻ ചക്കിൽ താട്ടിയാണ് എണ്ണ പുറപ്പെടുന്നത്. ശോധനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അതിനകത്തും ദൈവാത്മാവിന്റെ ശക്തിയുടെ ഒരു വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ ആഴമായി വെളിപ്പെടുവാനാണ്. ദീവാന വൈഡവൽക്കമനാദിയാര അസ്വരാജാല സന്ദനം ഭഗവതിയാശ ഉദയാ ഭഗാ ഭഗവതിക ശുഭന ഭഗവതിയ ഭഗവന ജഗത്സര ജഗമുലി ഭഗന കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയാൽ നമ്മൾ പഠിച്ചതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. ഈ ആത്മാവിന്റെ നിറവിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇവിടെ ക്രിസ്തീയത മുൻപോട്ട് നയിക്കപ്പെടുവാൻ, ഇത് നമ്മിൽ നിന്ന് ഒഴുകുവാനിടയാണ്. വീഞ്ഞു എണ്ണയെ ഒഴുകണം. ഇതെന്തിനാ ഇനി ഒഴുകേണ്ടത്? എന്തിനാണ് ഇത് ഉത്പാദിപ്പിക്കപ്പെടേണ്ടത്? ഇത് സ്വയം ഹൃദയത്തെ ബലപ്പെടുത്തുന്നതും മുഖത്തെ മെനുക്കുന്നതുമായിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ശുശ്രൂഷയുണ്ട്, ഇതിനകത്തൊരു നിയോഗമുണ്ട്, ഇതിനകത്ത് ചിലത് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഒരിക്കലും ഒരു വഴി യാത്ര ചെയ്ത് പോവുകയാണ്. യെരൂശലേമിൽ നിന്ന് യാത്ര ചെയ്ത് എങ്ങോട്ട് പോകുന്നു? യെരിഹോവിലേക്ക് പോകുമ്പോൾ വചനം പറയുന്നു, അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ചു, അവനെ മുറിവേൽപ്പിച്ചു. എന്ത് ചെയ്തു? അവനെ വഴിയുടെ വാക്കിൽ തള്ളി അർത്ഥപ്രാണനായി. സ്തോത്രം. അവനെ ആ വഴി ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്തു? പോയി. ആ വഴിയെ പലരും എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. ആദ്യമായി ആര് വന്നു? ഒരു പുരോഹിതൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷെ ഓടി എത്തി തന്റെ ശുശ്രൂഷ ചെയ്യണമായിരിക്കാം. അതുകൊണ്ട് ഇതിനെ അവഗണിച്ച് എന്ത് ചെയ്തു? പോയി. അടുത്തതായിട്ട് ഒരു ലേവ്യൻ കടന്നു വരുന്നു. ലേവ്യൻ എന്ത് ചെയ്തില്ല? ഒന്നും ചെയ്യാതെ കടന്നുപോയി. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരാള് ആരാണ്? ഒരു ശമര്യക്കാരൻ കടന്നു വരുന്നു. താര വഴി വരുമ്പോൾ ഇതാ വഴിയുടെ വക്കിലുള്ള നാളയിൽ ആരുടെയോ ഒരു ഞരക്കം, ഒരു മൂളൽ. ദയനീയമായ ശബ്ദം കേട്ടിട്ട് തന്റെ വാഹനം മൃഗോടെ നിർത്തി ഇറങ്ങിച്ചെന്ന് നോക്കി. നോക്കിയപ്പോൾ പ്രാണൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായി ഒരു മനുഷ്യൻ ഇത് അവിടെ കിടക്കുന്നു. ആ മനുഷ്യൻ എന്താ ഇതെന്നറിയാമോ? തിരിച്ചു വന്ന് തന്റെ വാഹനത്തിൽ നിന്ന്
2 പാത്രങ്ങൾ എടുത്തു. ഒന്ന് വീഞ്ഞിന്റെ പാത്രവും മറ്റൊന്ന് എണ്ണയുടെ പാത്രവും. പ്രൈസ് ദി ലോർഡ്. അതുമായിട്ട് മുറിവേറ്റ് കിടക്കുന്നവന്റെ അരികിൽ വന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ മുറിവുകളെ വെച്ച് കിട്ടി. പ്രൈസ് ദി ലോർഡ്. മുറിവുകളെ വെച്ച് കിട്ടി. വിചാരിക്കുന്നു എണ്ണ കൊണ്ട് മുറിവ് കെട്ടി കാണും, വീഞ്ഞ് അവന്റെ ആദരത്തിലും കൊടുത്ത് കാണും. പ്രൈസ് ദി ലോർഡ്. നീ വളരെ ക്ഷീണിതനാണ്, നീ ഒന്ന് ബലം പ്രാപിക്കുക. നിന്റെ രക്തം ഒത്തിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യേ? ആമേൻ. സ്തോത്രം. വായ തുറക്ക്, നിന്റെ അധരങ്ങളിലേക്ക് ഞാൻ വീഞ്ഞ് പകർന്നു തരാം എന്ന് പറഞ്ഞ് ആ തുരുത്തിയിൽ നിന്ന് അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? വീഞ്ഞ് കുടിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഞാനും നിങ്ങളും വീഞ്ഞും എണ്ണയും പുറപ്പെടുവിക്കേണ്ടത്? ഈ പട്ടണത്തിൽ പിശാചിന്റെ അടിയേറ്റ് തകർന്നർത്ഥപ്രാണരായി പല വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. രക്തദാനം ചെയ്യാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയാൽ വീഞ്ഞൊഴുകുന്ന എണ്ണയൊഴുകുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് നാം ഇറങ്ങി പുറപ്പെട്ട് വഴിയരികിൽ അർത്ഥപ്രാണരായി കിടക്കുന്ന വ്യക്തികളെ അവരുടെ മുറിവുകളെ വെച്ച് കിട്ടുക. സന്തോഷം നൽകുന്ന ഇത് രണ്ടും നമ്മിൽ വെളിപ്പെടുക. മുറിവുകളെ വെച്ച് കെട്ടുക. എണ്ണ ഒഴുകുന്ന ഒരു വ്യക്തിത്വമായി എന്തെങ്കിലും ക്ഷീണം മാറ്റുവാൻ സന്തോഷിപ്പിക്കുക. വീഞ്ഞ് പകരുന്ന ഒരു വ്യക്തിത്വമായി ആദ്യ വിശപ്പുള്ള അനേകർക്ക് അപ്പം കൊടുക്കുക. വചനമാകുന്ന അപ്പം കൊടുക്കുക. അപ്പം പുറപ്പെടുവിക്കുന്നവരായി മാറുക. ഈ ദിവസങ്ങളെ പ്രാർത്ഥനയാ. അകത്ത് കത്തുന്ന വിഷയമുള്ളപ്പോൾ നിന്ന് ഈ എണ്ണ അപ്പം പുറപ്പെടുന്ന ശുശ്രൂഷയുടെ തല ജീവിതത്തിൽ വെളിപ്പെടുവാൻ കിടക്കുന്ന പലതിനെയും വാഹന മൃഗത്തിൽ കയറ്റിയിട്ട് അവൻ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ അവൻ ഇടയാകത്തക്ക നിലവാരത്തില് തകർന്ന് കിടക്കുന്ന പലതിനെ പൊക്കിയെടുത്ത് മുറിയിൽ കൊണ്ടുവരുവാൻ ഇടയാകുന്ന തലത്തിലേക്ക് എന്തെങ്കിലും ഒഴുക്ക് കത്തുന്നതെല്ലാം അവിടെ ഇരുന്നോട് അതെന്റെ ദൈവത്തിന്റെ ഇല്ല. എന്റെ വിഷയം എണ്ണയും വീഞ്ഞും അപ്പം വെളിപ്പെടണം. എന്നെ അതിനായിട്ട് വിട്ടുതരുന്നു. ഈ തലമുറയിൽ ഒരു നിയോഗമുണ്ട്. ഈ സഭയ്ക്കകത്ത് കൊണ്ടു നീ ആക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് മാത്രം ആരാധിച്ചു പോകാനല്ല. ഓ എണ്ണ പുറപ്പെടുന്ന ഒരു ആത്മതലത്തിലേക്ക്, വീഞ്ഞ് പുറപ്പെടുവിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവവചനമാകുന്ന അപ്പം മറ്റുള്ള കൊടുക്കുക. ഒരു വിളി എന്റെ മേലുണ്ട്, ഒരു വേല എന്റെ മേൽ വെച്ചിട്ടുണ്ട്. ആ തലത്തിലേക്ക് വളരുക. ദൈവസഭയോട് ചേർന്ന് ആ വിശുദ്ധന്മാരോടൊപ്പം നിന്ന് ദൈവദാസനോട് ചേർന്ന് നിന്ന് അനേകർക്ക് അപ്പം വിളമ്പുന്ന തലത്തിലേക്ക്, അപ്പം കൊടുക്കുന്ന തലത്തിലേക്ക് ആത്മീയ വിശപ്പുള്ള ദൈവത്തിനെ കണ്ടെത്തി ഹല്ലേലൂയ അപ്പം കൊടുക്കുന്ന തലത്തിലേക്ക് മുറിവേറ്റ് കിടക്കുന്ന ചിലരുടെ അരികിൽ ചെന്ന് ആമേൻ എണ്ണ പകർന്ന് മുറിവ് കിട്ടുന്ന